വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം 11-ാം ദിവസം. കൃപാവരങ്ങളാൽ നിറയപ്പെട്ട യൗസേപ്പ്. ദൈവവചനം: ജെസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. റൂഹ ഇത്രമേൽ താവളമടിച്ച് വസിച്ചിട്ടുള്ള മനുഷ്യവ്യക്തി ആരുണ്ടാകും? ദൈവസ്വരത്തിന് സമൂലം കീഴ്വഴങ്ങിയ യൗസേപ്പിൽ പരിശുദ്ധാത്മാവ് എന്നും ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടാകും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോൾ പോലും ആത്മാവിൻ്റെ ഹിതമറിയുന്ന പുണ്യാത്മാവ്. ധ്യാനം: പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ മറിയം കഴിഞ്ഞാൽ പരിശുദ്ധ റൂഹായെ അനുസരിക്കുന്നവരിലാണ് പരിശുദ്ധി കുടികൊള്ളുന്നത്. പരിശുദ്ധി എന്നാൽ ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുകയാണ്. അവിടെ പാപം അകന്നു നിൽക്കും. സുഹൃതങ്ങളിലുള്ള വളർച്ചയുണ്ടാകും. കൃപാവരങ്ങളിൽ ജീവിതം ഫലം ചൂടും. ഈശോ ഉള്ള ഇടങ്ങളിലെല്ലാം റൂഹായുമുണ്ട്. യൗസേപ്പ് ഈശോയോടൊപ്പമായിരുന്നതിനാൽ യൗസേപ്പുള്ളിടത്തെല്ലാം റൂഹായുടെ സാന്നിധ്യമുണ്ട്. തന്നെ എല്ലായ്പ്പോഴും അനുസരിക്കുന്ന, സ്വപ്നങ്ങളെപ്പോലും ഗൗരവമായി എടുക്കുന്ന, ഒരിക്കൽ പോലും വേദനിപ്പിക്കാത്ത യൗസേപ്പിൽ നിന്നും അകന്നു പോകാൻ സ്വർഗത്തിൻ്റെ ആ തങ്കപ്രാവിന് കഴിയുമായിരുന്നില്ല. ഇത് നമുക്കെങ്ങനെ സാധ്യമാകുന്നുവെന്ന് ചോദിച്ചേക്കാം. ശാന്തമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാത്ത മനസ്സുകൾക്ക് ആത്മാവിൻ്റെ ഇംഗിതം വിവേചിച്ചറിയാൻ കഴിയില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത് സാധ്യമാകുമോ എന്നോർത്ത് ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതാവസ്ഥയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചാൽ മതി. പ്രാർത്ഥനയിൽ ഹൃദയം ദൈവവുമായി ഐക്യപ്പെടുത്തിയാൽ മതി. പരിശുദ്ധി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഏത് ദൈവവിളി സ്വീകരിച്ചവർക്കും വിശുദ്ധരാകാം. വിശുദ്ധ യൗസേപ്പ് ഒരു പുരോഹിതനായിരുന്നില്ല, വെറുമൊരു ആശാരിയായിരുന്നു. എന്നിട്ടും അന്ന് ജീവിച്ച എല്ലാ ദേവാലയ ശുശ്രൂഷകരെക്കാളും അധികം ആത്മചൈതന്യം യൗസേപ്പിലല്ലേ വന്നു വസിച്ചത്. കുദാശകൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ, പ്രാർത്ഥനകളിൽ പ്രത്യാശയോടെ പങ്കുചേരുമ്പോൾ, പരസ്പര ബന്ധങ്ങളിൽ സ്നേഹത്തോടെ വ്യാപരിക്കുമ്പോൾ നമ്മിലെ ആത്മവീര്യം വർദ്ധിക്കുന്നു. ആത്മാവിന് ഇണങ്ങാത്തതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ ഈ പുണ്യാത്മാവിൽ കുടികൊണ്ട ചൈതന്യം നമ്മിലും വളർച്ച പ്രാപിക്കും. യൗസേപ്പിൽ സമർപ്പണം നടത്തുമ്പോൾ നമ്മയവൻ ചിന്തേറിട്ട് മിനുക്കിയെടുത്ത് റൂഹായിക്ക് ഇണങ്ങിയവരാക്കി മാറ്റും. റൂഹായുടെ 7 ദാനങ്ങളും യൗസേപ്പിലുണ്ടായിരുന്നു. ഈശോയുടെയും മറിയത്തിൻ്റെയും സംരക്ഷകനാകാൻ അവനത് ആവശ്യവുമായിരുന്നു. ദൈവം നമ്മുടെ സംരക്ഷകനായി ഏൽപ്പിച്ചിരിക്കുന്ന പുണ്യപിതാവ് ഈ ദാനങ്ങൾ നമുക്ക് പകർന്നു തരും. പൂർണ്ണതയിലേക്ക് വളരാൻ കൊതിക്കുന്ന നമ്മിൽ 7 ദാനങ്ങളും നിറയാൻ യൗസേപ്പിൻ്റെ സഹായം തേടാം. നിത്യമായതും അനിത്യമായതും തമ്മിൽ വേർതിരിച്ചറിയുവാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ എനിക്ക് വേണം. നിത്യസത്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാൻ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിനെ എനിക്ക് വേണം. ദൈവത്തിന് പ്രീതികരമായത് ചിന്തിക്കാനും ദൈവീക വഴികൾ തിരഞ്ഞെടുക്കുവാനും ആലോചനയുടെ ആത്മാവിനെ എനിക്ക് വേണം. ദൈനംദിന കുരിശുകളെ യഥാവിധം സ്വീകരിക്കുവാനും നിത്യരക്ഷയ്ക്കെതിരായവ എങ്ങനെയും പരിത്യജിക്കുവാനുമുള്ള ധീരത ലഭിക്കുവാൻ ആത്മശക്തിയുടെ ആത്മാവിനെ എനിക്ക് വേണം. ദൈവത്തെ അറിയുവാനും എന്നെ തന്നെ മനസ്സിലാക്കുവാനും സഹായിക്കുന്ന അറിവിൻ്റെ ആത്മാവിനെ എനിക്ക് വേണം. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ മാധുര്യവും ആനന്ദവും കണ്ടെത്തുവാൻ സഹായിക്കുന്ന ദൈവഭക്തിയുടെ ആത്മാവിനെ എനിക്ക് വേണം. ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവും ആദരവും എന്നിൽ വളരുവാനും പാപത്തേക്കാൾ മരണം കാക്ഷിക്കുവാനും ദൈവഭയത്തിൻ്റെ ആത്മാവിനെ എനിക്ക് വേണം. റൂഹായെ കണ്ണും പൂട്ടി അനുസരിച്ച് യൗസേപ്പ് റൂഹായുടെ വിളനിലമാണ്. ചോദിക്കുന്നവർക്ക് യഥേഷ്ടം വിളമ്പി നൽകുന്ന യോസഫിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. പ്രാർത്ഥന: ദൈവദാനങ്ങളുടെ ഇരിപ്പിടമായ വിശുദ്ധ യൗസേപ്പെ, കൃപാവരപൂർണമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.